അങ്ങനെ തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് പിറ്റേന്ന് അവിട്ടത്തിന്റെ രാവിലെ തന്നെ ഓണം ആഘോഷിക്കാനായിട്ട് എന്റെ വീട്ടിലോട്ട് പോയി. തലേന്നത്തെ പാട്ടിന്റെ ഡാൻസിന്റെ ഹാങ് ഓവറും പിന്നെ ഉറക്കക്ഷീണവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പീലി വണ്ടിക്കതിരുന്ന് പൂത്ത ഉറക്കമായിരുന്നു. ഒരുവിധം ക്ഷീണമൊക്കെ മാറി ഒന്ന് ഉഷാറായപ്പോഴത്തേക്ക് പീലി തന്നെ എണ്ണീറ്റ് എല്ലാവർക്കും ഉള്ള ഓണക്കോടിയും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ഇങ്ങ് സദ്യയിലോട്ട് കടന്നു. ഇവിടൊക്കെ തിരുവോണ ദിവസം മാത്രമേ നമ്മൾ വെജിറ്റേറിയൻ സദ്യ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം സദ്യയുടെ കൂടെ നമുക്ക് നോൺ വെജ് മസ്റ്റ് ആണ്. ഓണം ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ മാത്രമല്ല കേട്ടോ അവിടെ വന്നത്. എന്റെ അപ്പച്ചി മാമനും കൊച്ചുമോനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടുന്ന സന്തോഷത്തോടെ ചിക്കൻ കറി ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ കഴിച്ചു. പിന്നെ ഒരു പായസം കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. നല്ലൊരു ഉറക്കവും കഴിഞ്ഞു ഒരു സ്ട്രോങ് കട്ടൻ ചായ താങ്ങിയിട്ട് അടുത്ത കറക്കത്തിനുള്ള പരിപാടി നോക്കി. കറക്കം വേറെ എങ്ങോട്ടും അല്ല, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലബ്ബിൽ ഓണപ്പരിപാടി നടക്കാണ്. അത് കാണാനുള്ള പോക്കാണിത്. ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും ഞങ്ങൾ ഇവിടെ ചെന്നപ്പോഴത്തേക്ക് വടംവലി ഉറിയുടെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓണപ്പരിപാടിയൊക്കെ കളറാക്കാൻ പറ്റിയ ഒരു വൈബ് അമ്മാവൻ എല്ലാ നാട്ടിലും കാണുമായിരിക്കും അല്ലേ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓരോ ഐസ്ക്രീമും വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് അതും കഴിച്ചു. അപ്പോ ഓക്കെ ബൈ.